നമസ്കാരം. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. രംഗം കാട്ടിലാണ് നടക്കുന്നത്. ഒരിക്കൽ കഴുതയും പുള്ളിപ്പുലിയും തമ്മിൽ തർക്കിക്കുവാനായിട്ട് തുടങ്ങി. പുലി പറഞ്ഞു പുല്ലിൻ്റെ നിറം പച്ചയാണ്, കഴുത പറഞ്ഞു പുല്ലിൻ്റെ നിറം മഞ്ഞയാണ്. രംഗം വഷളായി, തർക്കം മൂത്തു. മറ്റു മൃഗങ്ങളെല്ലാം ഈ ബഹളം കേട്ട് വന്നു ചേർന്നു. അവസാനം പ്രശ്നം സിംഹരാജാവിൻ്റെ അടുക്കൽ വരെ എത്തി. കഴുത പറഞ്ഞു പുല്ലിൻ്റെ നിറം മഞ്ഞയാണ്, പുലി പറഞ്ഞു പുല്ലിൻ്റെ നിറം പച്ചയാണ്. ഇതാ പ്രതികരിക്കാതെ സിംഹരാജാവ് പറഞ്ഞു ശിക്ഷ വിധിക്കുകയാണ്. പുലി 6 മാസം തടവ് അനുഭവിക്കണം. എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. എന്താണ് കാര്യം? ഇതാ പുലി പറഞ്ഞത് തന്നെയാണ് ശരി, പക്ഷേ കഴുതയോട് തർക്കിച്ചതിനാണ്, പുല്ലിൻ്റെ നിറം പച്ചയാണെന്നറിഞ്ഞിട്ടും കഴുതയോട് തർക്കിച്ചതിനാണ് ഈ ശിക്ഷ. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ഇതാ പറഞ്ഞാൽ തിരിഞ്ഞാൽ തിരിച്ചാൽ തിരിയാത്ത ജീവിതങ്ങളോട് തർക്കിക്കുകയും തർക്കിച്ച് തല്ലിത്തലക്കീറി പ്രശ്നമുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാ കഴുത എന്നാണ് വിളിക്കുന്നത്, പക്ഷേ കഴുതയോട് സംസാരിച്ച് തർക്കിച്ച് നേരെയാക്കാൻ നോക്കിയ പുലി ആരായി? പുലിക്ക് തന്നെ ശിക്ഷ കിട്ടി. മത്തായി സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. ഇതാ യേശുനാഥൻ ഇങ്ങനെ പറഞ്ഞത്, മുത്തിൻ്റെ വില പന്നിക്ക് മുത്താണോ 10 എന്ന് നിധിയാണോ എന്നൊന്നും അറിയില്ല. പന്നിക്ക് ആകെ ചവിട്ടിക്കൂട്ടാനും ആക്രമിക്കാനും അറിയത്തുള്ളൂ. അവ തിരിഞ്ഞ് ആക്രമിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തേറ്റ കൊണ്ട് അടിയും കൂടി കിട്ടും കൂടുതൽ പഠിപ്പിക്കാൻ പോയാൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ പന്നി വളർത്തൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ പന്നി വളർത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര കുളിപ്പിച്ച് വെടിപ്പാക്കി ഇട്ടാലും ശരി, ഇത്ര വൃത്തിയില്ലാത്ത ഒരു ജന്തു, എത്ര കുളിപ്പിച്ച് ഒരച്ച് കഴുകി അവിടെ കുളവും പാടമൊക്കെ ഉണ്ടായിരുന്നു, അഴിച്ചു വിട്ട് കുളിപ്പിച്ച് കയറ്റിയാലും പറ്റുമെങ്കിൽ വരുന്ന വഴി തന്നെ ചെളിയിലൊക്കെ കിടന്ന് ഉരുണ്ട് ഉള്ളതിലൊക്കെ വന്ന് അഴുക്കിലൊക്കെ കുത്തി ഇനി കൂട്ടി കയറിയാലും വൃത്തികേടായിട്ട് ഒക്കെ ഉള്ള അവസ്ഥ പെട്ടെന്ന് തന്നെ ഇതാകും. അപ്പോൾ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. അവ നിങ്ങളെ ചവിട്ടി മെതിക്കും, അവ നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ഇതാ തർക്കിച്ച് ആരെയും ശരിയാക്കാനോ അല്ലെങ്കിൽ ഏത് കാര്യത്തിനും തർക്കവാസനയുള്ളവരും പിറുപിറുപ്പുള്ളവരുണ്ട്. അത് നമ്മുടെ വീട്ടിലോ കൂട്ടത്തിലോ ബന്ധത്തിലോ സ്വന്തത്തിലോ ആകാം. അവരോട് അധികം പറയാൻ അനുവദിക്കുകയോ അധികം അവരുമായിട്ട് തർക്കിക്കാനോ നിന്ന ഉള്ള അരൂപയും കൂടി പോകും. അതുകൊണ്ട് ഇതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് എന്ന്. അത് ആവശ്യമുള്ളവരെ, നമ്മൾ ആവശ്യമില്ലാത്തവരുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ നമ്മൾ ആവശ്യമുള്ള ഒട്ടനവധി സാഹചര്യങ്ങളും ആളുകളും ഈ ലോകത്തുണ്ട്. അങ്ങനെ നമുക്ക് മുന്നോട്ട് സന്തോഷത്തോടെ കടന്നു പോകാം. ഉള്ള സന്തോഷം നഷ്ടപ്പെടുത്താതിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം.